ഇനി നമുക്ക് മലേറിയൻ്റെ ലൈഫ് സൈക്കിൾ നോക്കാം കേട്ടോ. എന്താണ് മലേറിയൻ ലൈഫ് സൈക്കിൾ? ഇവിടെ ഇത് ഹ്യൂമൺ കേട്ടോ, മനുഷ്യനാണ്. ഇത് മോസ്കിറ്റോ ആണ്. അപ്പോൾ ഒരു മോസ്കിറ്റോ വന്നിട്ട് എന്താണ് ഒരു മനുഷ്യനെ ഇഞ്ചെക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ കടിക്കുകയാണ്. അപ്പോൾ ഈ മോസ്കിറ്റോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ആണ് കേട്ടോ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ വന്നിട്ട് ഒരു മനുഷ്യനെ കടിക്കുകയാണ്. അപ്പോൾ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മനുഷ്യന് വേദന കുറക്കാൻ വേണ്ടിയിട്ട് ചില ഉപകാരമൊക്കെ ആര് ചെയ്യും? കൊതുക് ചെയ്യും. അപ്പോൾ എന്താണ് ഈ കൊതുകിൻ്റെ സലൈവയ്ക്ക് ചെറിയ രീതിയിലുള്ള അനസ്തറ്റിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ കടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊതുക് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? ഈ കൊതുകിൻ്റെ സലൈവ ഇഞ്ചെക്റ്റ് ചെയ്യും. ആ സലൈവയിൽ നിറയെ എന്തുണ്ടായിരിക്കും? ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലാർവ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ആദ്യം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുക് മനുഷ്യനെ കുത്തുമ്പോൾ ആ കൊതുകിൻ്റെ ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് സലൈവയോടൊപ്പം ഈ ഓർഗാനിസം മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം. ഇതാണ് സ്പോറോസോയിഡ്സ്. അപ്പോൾ നമ്മുടെ ഇതാണ് സലൈവറി ഗ്ലാൻഡ് കേട്ടോ. കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡ്. ആ സലൈവറി ഗ്ലാൻഡിൽ എന്തുണ്ടാവും? ഈ പ്ലാസ്മോഡിയം ലാർവൻ്റെ ഒരു ഫോമായിട്ടുള്ള സ്പോറോസോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ഈ കൊതുക് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് സ്പോറോസോയിഡ്സ് ആണ് അല്ലേ. സ്പോറോസോയിഡ് ഫോമിലുള്ള പ്ലാസ്മോഡിയത്തിനെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ സലൈവറി ഗ്ലാൻഡ് ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചാണ് കേട്ടോ. ഇവിടെയാണ് സലൈവറി ഗ്ലാൻഡ് ഉണ്ടാവുക. ഈ സലൈവറി ഗ്ലാൻഡിലാണ് സ്പോറോസോയിഡ്സ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സലൈവറി ഗ്ലാൻഡിൽ സലൈവ ഉണ്ടാവും. ആ സലൈവ ഇങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? സ്പോറോസോയിഡ്സും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ്. കടിക്കുമ്പോൾ സ്പോറോസോയിഡ്സ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പോറോസോയിഡ്സിന് എങ്ങോട്ടാണ് പോവുക? സ്പോറോസോയിഡ്സ് നമ്മുടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 30-40 മിനിറ്റിന് ശേഷം ഈ സ്പോറോസോയിഡ്സ് നമ്മുടെ ലിവർ സെല്ലിലേക്ക് ഇൻവേർട്ട് ചെയ്യും. ഇതാണ് ലിവർ സെൽസ്. ഇതാണ് ലിവർ സെൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരെണ്ണത്തിൻ്റെ അടുത്ത് എൻലാർജ് ചെയ്ത് കാണിച്ച ഈ സാധനമാണ് ലിവർ സെൽസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ സ്പോറോസോയിഡ്സ് ലിവർ അല്ലെങ്കിൽ ലിവർ സെല്ലിലേക്ക് ഇൻവേർട്ട് ചെയ്യും. ലിവർ സെല്ലിലേക്ക് ഇൻവേർട്ട് ചെയ്യും. നോക്കാം. ഇൻവേർട്ട് ചെയ്തു അല്ലേ? ലിവർ സെല്ലിലേക്ക് ഇൻവേർട്ട് ചെയ്തു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവുന്നു. ഇതാണ് എസെക്ഷൽ കേട്ടോ. എസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാവും. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരുപാട് ചെറിയ കോപ്പീസ് ഉണ്ടായി അല്ലേ? ക്ലോൺസ് ഉണ്ടായി. നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റപ്ചർ ചെയ്യും. ഇതിൻ്റെ അളവ് അല്ലേ, നമ്പർ ഓഫ് കോപ്പീസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ ബലൂണിലൊക്കെ കാറ്റ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതുപോലെ എന്ത് ചെയ്യും? ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറം ഇതിൻ്റെ കോപ്പീസ് വരുമ്പോഴെന്ത് ചെയ്യും? അത് പൊട്ടും, റപ്ചർ ചെയ്യും. നോക്കാം. റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനെ നമ്മൾ മെറോസോയിഡ്സ് എന്നാണ് പറയുക കേട്ടോ. മെറോസോയിഡ്സ് റപ്ചർ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മെറോസോയിഡ്സ്. റപ്ചർ ചെയ്ത് പുറത്തോട്ട് വരുന്നതാണ് മെറോസോയിഡ്സ് കേട്ടോ. മെറോസോയിഡ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ റപ്ചർ ചെയ്ത് വരുന്ന ഈ സാധനം മെറോസോയിഡ്സ് നേരെ ശരിക്കും എങ്ങോട്ട് പോകും? RBCയിൽ പോയിട്ട് ഇൻവേർട്ട് ചെയ്യും. നോക്കാം. മെറോസോയിഡ്സ് പോയിട്ട് RBCയിൽ ഇൻവേർട്ട് ചെയ്യും. RBC എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് എന്ത് ചെയ്യും? സെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ റിംഗ് ട്രോഫോസോയിഡ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. റിംഗ് ഫോമിൽ, അതായത് മോതിര വളയം പോലെ നമുക്ക് അതിനെ കാണാൻ പറ്റും. അതിൻ്റെ പ്രീ മെച്യൂർ സ്റ്റേജിൽ മെച്യൂർ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ റിംഗ് ഫോം നഷ്ടപ്പെടും കേട്ടോ. മെച്യൂർ ആവുന്നതിനനുസരിച്ച് അതിൻ്റെ റിംഗ് ഫോം നഷ്ടപ്പെടും. ആ പ്രീ മെച്യൂർ അവസ്ഥയിലാണ് ഈ ട്രോഫോസോയിഡ്സിനൊക്കെ നമുക്ക് റിംഗ് ഫോമിൽ കാണാൻ പറ്റുക.
അതിനാണ് ഷിസോണ്ട് എന്നൊക്കെയാണ് പറയുക കേട്ടോ, ഷിസോണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ RBCയിൽ വെച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കും കേട്ടോ. ഇതിൻ്റെ മെറോസോയിഡ്സിൻ്റെ കോപ്പീസ് ഉണ്ടാവും. ഇതൊക്കെ മെറോസോയിഡ്സാണ് അല്ലേ, എല്ലാം മെറോസോയിഡ്സാണ്. ഇത് ഓരോന്നും മെറോസോയിഡ്സാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഇത് പൊട്ടിയിട്ട് പുറത്തോട്ട് റിലീസ് ചെയ്യും അല്ലേ, പൊട്ടിയിട്ട് പുറത്തോട്ട് റിലീസ് ചെയ്യും. നോക്കാം, പുറത്തോട്ട് റിലീസ് ചെയ്യും. ഇനി ഈ റിലീസ് ചെയ്യുന്നതിൽ മെയിൽ ഗാമീറ്റ് ഉണ്ടാവും, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, മെയിൽ ഗാമീറ്റും ഉണ്ടാവും, അതുപോലെ ഫീമെയിൽ ഗാമീറ്റും ഉണ്ടാവും. മെയിൽ ഗാമീറ്റും ഉണ്ടാവും, ഫീമെയിൽ ഗാമീറ്റും ഉണ്ടാവും. പക്ഷേ ഇത് ഒരിക്കലും ഇത് മനുഷ്യൻ്റെ ശരീരമാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ, കൊതുകുന്ന മനുഷ്യനിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് അത് ഫ്യൂസ് ചെയ്യുന്നില്ല കേട്ടോ, മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ല. ഇത് ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു കൊതുക് അല്ലേ, ഈ ആളെ ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ മനുഷ്യൻ്റെ ശരീരത്തിൽ വേറൊരു കൊതുക് വന്നിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെ വേറൊരു കൊതുക് വന്നിട്ട് കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടെ ആ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് പോകും. ഇനി ആരും ഒരു കൊതുക് വന്ന് ഇതിനെ കടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അത് നമ്മുടെ ശരീരത്തിൽ വെച്ച് സെൽഫ് ഡിസ്ട്രക്റ്റഡ് ആവും, അല്ലെ തനിയെ അതിൻ്റെ ജീവിതം നശിച്ചു പോകും കേട്ടോ. അതാണ് സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതോടെ കൊതുകിൻ്റെ ശരീരം മനുഷ്യൻ്റെ ശരീരം കഴിയാണ്, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സ്റ്റേജ് കഴിയാണ്. ഇനി വീണ്ടും എന്ത് ചെയ്യും, കൊതുകിൻ്റെ ശരീരത്തിലേക്കാണ് പോകുന്നത് കേട്ടോ, വീണ്ടും കൊതുകിൻ്റെ ശരീരം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെ കൊതുക് കടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും എൻട്രി ചെയ്തു അല്ലേ. കൊതുക് എന്താ കടിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ബ്ലഡിന് വേണ്ടിയിട്ടാണ് കടിക്കുന്നത്. അപ്പോൾ ആ ബ്ലഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട RBCന്ന് റിലീസ് ചെയ്യപ്പെട്ട മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഉണ്ട് കേട്ടോ, മെയിൽ ഗാമീറ്റും ഉണ്ട്, ഫീമെയിൽ ഗാമീറ്റും ഉണ്ട്. അത് എന്ത് ചെയ്യും, ഈ കൊതുക് മീൽസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കൊതുക് അയാളെ കടിക്കുന്നതിൻ്റെ ആ സമയത്ത് ബ്ലഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും വന്നു. എന്നിട്ട് കൊതുകിൻ്റെ ശരീരത്തിൽ വെച്ചിട്ടാണ് ഇത് ഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ, മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചിട്ടല്ല, കൊതുകിൻ്റെ ശരീരത്തിൽ വെച്ചാൽ. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ മലേറിയൽ പാരസൈറ്റിന് സർവൈവ് ചെയ്യാൻ കൊതുകിൻ്റെ ശരീരവും മനുഷ്യൻ്റെ ശരീരവും വേണം. ഏതെങ്കിലും കാലത്ത് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അന്ന് കഴിയും നമ്മുടെ ഈ മലേറിയൻ്റെ കഥ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് സർവൈവ് ചെയ്യാൻ 2 ഹോസ്റ്റുകൾ നിർബന്ധമാണ് കേട്ടോ. നോക്കാം, അപ്പോൾ ഇതിൻ്റെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും നമുക്ക് കൊതുകിൻ്റെ വയറിൻ്റെ ഒരു മൂലയിലേക്ക് പോയി, അപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറും കേട്ടോ. സൈഗോട്ട് മാറിയിട്ട് ഊസിസ്റ്റായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വീണ്ടും എന്ത് ചെയ്യും, സ്പോറോസോയിഡ്സ് ആയിട്ട് സലേവറി ഗ്ലാൻഡിലേക്ക് വരും. അപ്പോൾ ആദ്യം ഇവിടെ നിന്നായിരുന്നു റിലീസ് ചെയ്ത് പോയത് അല്ലേ, സ്പോറോസോയിഡ് റിലീസ് ചെയ്ത് മനുഷ്യൻ ശരീരത്തിലേക്ക് പോയി. എന്നിട്ട് ഇങ്ങനത്തെ വലിയൊരു പ്രോസസ്സിന് ശേഷം അവിടെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും വന്നു. അതിനുശേഷം എന്ത് ചെയ്യും, ആ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റിനെയും ഈ കൊതുക് കടിക്കുമ്പോൾ കൊതുകിൻ്റെ ശരീരത്തിലെത്തി. എന്നിട്ട് എന്ത് ചെയ്യും, ആ മെയിലും ഫീമെയിലും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. എന്നിട്ടത് സൈഗോട്ടായി മാറും, ഊസിസ്റ്റായിട്ട് മാറും. അതിനുശേഷം എന്ത് ചെയ്യും, ട്രോഫോസോയിഡ്സ് ആയിട്ട് ഇവിടെ തന്നെ ഇതിൻ്റെ സലേവറി ഗ്ലാൻഡിലെത്തും. നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനി വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഈ ട്രോഫോസൈറ്റ് വേറൊരാളുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ആ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ കേസിൽ. ഓക്കെ.